ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു ഡിവൈഎഫ്ഐ. ആസ്തി വിവരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയെന്ന് കാണിച്ചാണ് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ പരാതി നൽകിയത്. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, ഈ അവസാന നിമിഷമാണ് ഇത്തരത്തിലൊരു കണ്ടെത്തൽ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ പരാതിയിൽ എന്തൊക്കെ പറയുന്നുണ്ട്? കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകാൻ തന്നെ ഡിവൈഎഫ്ഐ തീരുമാനിച്ച സാഹചര്യത്തിൽ എങ്ങനെയാകും അത്? പ്രവിധ, ഈ സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകുന്ന സത്യവാങ്മൂലത്തിൽ സാമ്പത്തിക കണക്കുകൾ തെറ്റായി രേഖപ്പെടുത്തി എന്നുള്ളതാണ് പരാതി. ഇതിന്റെ ബാങ്ക് അക്കൗണ്ട് രേഖകളടക്കമാണ് ഡിവൈഎഫ്ഐയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ തന്റെ അക്കൗണ്ടിലുള്ള പണം അത് മകന്റെയും മരുമകളുടെയും അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ളതാണ് പ്രധാനമായും പരാതി പറയുന്നത്. 50 ലക്ഷം രൂപയോളം ഭാര്യ ജൂബിലി നവപ്രഭയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. ഇത് 16-ാം തീയതി മാർച്ച് 16-ന് നോമിനേഷൻ നൽകുന്നതിന് കൃത്യം 7 ദിവസങ്ങൾക്ക് മുമ്പ് മകന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി, സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ളതാണ് പറയുന്നത്. അനധികൃതമായി സമ്പാദിച്ച തുകയാണ് എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിൽ അന്വേഷണം വേണമെന്നും ഒപ്പം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് അയോഗ്യനാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സുരേഷ് കുമാർ ഇതിൽ പരാതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ദിവസം കുട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷമാണ് ഡിവൈഎഫ്ഐയുടെ സമീപഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരാതി ഇലക്ഷൻ കമ്മീഷണർക്ക് മുമ്പാകെ നൽകിയിട്ടുള്ളത്. അശ്വിൻ, സ്വാഭാവികമായിട്ടും അമ്പലപ്പുഴ അത്രമേൽ പ്രധാനപ്പെട്ട മണ്ഡലമാണ് CPIന്, LDFന്. കാരണം മറ്റെവിടെ തോറ്റാലും അവിടെ തോൽക്കാൻ പാടില്ല എന്ന നിർദ്ദേശമൊക്കെ അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നൽകിയതാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ. ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരാതിയൊക്കെ അങ്ങനെ ആ നീക്കത്തിന്റെ കൂടി ഭാഗമാണോ? ഏത് രീതിയിലും ജി സുധാകരനെ ഇവിടെ തോൽപ്പിക്കുക എന്നുള്ളതാണോ? അതോടൊപ്പം ഇതിന്റെ സാങ്കേതികത്വം എന്താണ്? ഇതിപ്പോൾ സൂക്ഷ്മ പരിശോധനയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പാണ് മറ്റന്നാൾ. ആ സമയത്താണ് ഇങ്ങനെ ഒരു പരാതി കമ്മീഷന് മുന്നിലെത്തുന്നത്. കമ്മീഷൻ എങ്ങനെയായിരിക്കും ഇത് പരിഗണിക്കുക? വളരെ സെൻസിറ്റീവായ മത്സരം നടക്കുന്ന, സുധാകരൻ തോൽക്കണമെന്ന ആഗ്രഹത്തോടുകൂടി CPM പ്രവർത്തിക്കുന്ന മണ്ഡലമാണെങ്കിൽ പോലും നിലവിൽ ഡിവൈഎഫ്ഐ നൽകിയിരിക്കുന്ന പരാതി അത് പൂർണ്ണമായും സാങ്കേതികമായി അംഗീകരിക്കപ്പെടുമോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്. നിലവിൽ ഫോം 26-ലെ റൂള് 4A പ്രകാരമുള്ള സത്യവാങ്മൂലത്തിൽ ഈ സാമ്പത്തിക കണക്കുകൾ തെറ്റായി രേഖപ്പെടുത്തി എന്നുള്ളതാണ് പരാതി. അതായത് സാങ്കേതികമായി പറഞ്ഞാൽ ഈ താമസിക്കുന്ന വീട്ടിൽ ഇയാൾക്കൊപ്പം ഈ സുധാകരനൊപ്പം താമസിക്കുന്ന ഭാര്യ എന്നിവരുടെ കയ്യിലുള്ള പണം എത്രയാണ് എന്ന് രേഖപ്പെടുത്തേണ്ട ഭാഗത്ത് ഒരു പണവും തങ്ങളുടെ കയ്യിലില്ല എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് തെറ്റായി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 1 മാസം മുൻപുള്ള ബാങ്ക് അക്കൗണ്ട് രേഖകളിൽ 50 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. അത് മകന്റെ അക്കൗണ്ടിലേക്ക് അനധികൃതമായി നീക്കി എന്നുള്ളതാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ എന്തായാലും തീരുമാനമെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.